നമ്മൾ ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ വൈറ്റ് പ്ലാസ്റ്റിക് കവറാണ് എടുത്തത്. ഇനി ഇതുപോലെ ഇതിന്റെ രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി ഞാൻ ഇതിന്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊന്ന് നിവർത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. നിവർത്തി വെച്ച ഈ കവറ് ഈ കാണുന്നത് പോലെ ഒന്ന് പിടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ പിടിച്ച ഭാഗത്തുനിന്ന് ഒന്ന് കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇതുപോലെ ഒരു 3 ഉണ്ടാക്കി എടുക്കണം. ഒരു കമ്പി എടുത്തിട്ട് അതിന്റെ അറ്റം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ടുണ്ട്. കമ്പി ഇല്ലാത്തവർക്ക് ഈർക്കിലി എടുത്താലും മതി. ഈ കട്ട് ചെയ്ത് വെച്ച ഓരോ പ്ലാസ്റ്റിക്കും ഇതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു നൂലിട്ടിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുക്കാം. ഈ ഫ്ലവർ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. കെട്ടിക്കൊടുത്ത ഭാഗം മുതൽ കമ്പിയുടെ അറ്റം വരെ ഇതുപോലെ ഒരു സെല്ലോ ടേപ്പ് ഇട്ടിട്ട് ഒട്ടിച്ചെടുക്കുകയാണ്. ലാസ്റ്റ് വെച്ച് പ്ലാസ്റ്റിക്കിന്റെ ആ ഭാഗം ഇതുപോലെ ഒന്ന് തുറന്നെടുക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്ന് കൂട്ടി പിടിച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് റെഡി ആക്കുന്നുണ്ട്. ഇനി ഈ സെല്ലോ ടേപ്പ് ഒട്ടിച്ച ഭാഗം ഇതുപോലെ ഒരു ഗ്രീൻ കളർ വെച്ചിട്ടൊന്ന് പെയിന്റ് അടിച്ചെടുക്കുകയാണ്. അടുത്ത് ഗ്രീൻ ടാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചിട്ട് പെയിന്റ് അടിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഗ്രീൻ ടാപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. പെയിന്റും കൂടി അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫ്ലവേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവർ ആണ്. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. പിന്നെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക.